In quadrilateral ACBD, AC is equal to AD and AB bisects angle A. Show that triangle ABC is congruent to triangle ABD. What can you say about BC and BD? Triangle ABC, triangle ABD ഇതിനോട് കോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഇതാണ്, ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ triangle ABC and triangle ABD എന്താണ് തന്നിട്ടുള്ളത്? എന്താ? AC ഈക്വൽ ടു AD എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് AC ഈക്വൽ ടു AD. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗിവൺ. അതെവിടെ നിന്ന് കിട്ടിയത്? ഗിവൺ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? AB ബൈസെക്സ് ആംഗിൾ A. AB എന്ന് പറയുന്നത് ഇതാണ്, AB ലൈൻ ആംഗിൾ എനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? CAB BAD. അപ്പോൾ അത് നമുക്ക് എഴുതിക്കാം, ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ BAD. കാരണം എന്താണ്? ആംഗിൾ AB bisects ആംഗിൾ A. അതാണ് റീസൺ. അപ്പോൾ ഒരു സൈഡ് കിട്ടി, ഒരു ആംഗിൾ കിട്ടി. ഇനി ഒരു സൈഡും കൂടി കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന സൈഡ് ട്രയാങ്കിൾ ABCക്കും ട്രയാങ്കിൾ ABDക്കും കോമൺ ആണ് AB എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? AB ഈസ് ഈക്വൽ ടു AB. റീസൺ എന്താണ്? കോമൺ സൈഡ്. ഇപ്പോൾ ഒരു സൈഡ് കിട്ടി, പിന്നെ ആംഗിൾ കിട്ടി, വീണ്ടും സൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Triangle ABC is congruent to triangle ABD. എന്താണ് കാര്യം? ബൈ SAS rule. By SAS rule, triangle ABC is congruent to triangle ABD. ഒരു സൈഡ്, പിന്നെ ആംഗിൾ, വീണ്ടും സൈഡ്. ഇനി ഇതിൽ വീണ്ടും ചോദിച്ചിരിക്കുന്നത്, വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? BC എന്താണ്? BC എന്ന് പറയുന്നത് ഇതാണ്, BC PD. BC BD ഈ ട്രയാങ്കിളിൻ്റെയും സൈഡാണ്. അപ്പോൾ BC ഈക്വൽ ടു BD എന്ന് കൊടുക്കാം. കാരണം എന്താണ്? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ ABD ആയിട്ട് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു സൈഡും ഈ അടുത്ത സൈഡായിട്ട് ഈക്വൽ തന്നെ ആയിരിക്കും. അതാണ് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ.